ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ എന്റെ സ്കൂൾ തുറക്കാറായി. എന്റെ സ്കൂൾ മറ്റന്നാൾ തുറക്കും. നിങ്ങളുടെ സ്കൂളിൽ എപ്പോഴാണ് തുറക്കുന്നേ? കമന്റ് ചെയ്യണേ. അപ്പൊ ഗൈസ്, എന്റെ ടെക്സ്റ്റും നോട്ടും ഒക്കെ കിട്ടി. സാധാരണ എൻ്റെ അമ്മയും അച്ഛനായിരുന്നു പൊതിഞ്ഞ് തരാറ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് പഠിച്ചാലോ എന്ന്. അങ്ങനെ എൻ്റെ അമ്മേനെ ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പൊ എൻ്റെ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ, കവർ ചെയ്യാൻ പഠിക്കാൻ. അങ്ങനെ ഞാൻ പഠിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്നും കാണിച്ചു തരാമെന്ന്. അപ്പൊ ഗൈസ്, ഞാൻ ഒരു ടെക്സ്റ്റും ഒരു നോട്ടുമാണ് ഗൈസ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പഠിപ്പിച്ചു തരാവേ ഗൈസ്. ആദ്യം ഞാൻ ടെക്സ്റ്റ് കവർ ചെയ്യാൻ പഠിപ്പിച്ചു തരാം. ടെക്സ്റ്റിന് നമുക്ക് കവറിംഗ് പേപ്പർ എടുക്കാം ഗൈസ്. ഗൈസ്, ഞാൻ എടുത്തേക്കുന്ന ഗ്രീൻ കളറാണ്. ഗൈസ്, ആദ്യം നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മളിങ്ങനെ തുറന്നു വെക്കണം. എന്നിട്ട് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഇവിടുന്ന് കുറച്ച് ഭാഗം ഇങ്ങനെ മടക്കാൻ പറ്റുന്ന പോലെ വെച്ചോ. ഇനി ഇവിടെ ഒന്നും നെയിൽസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കുറച്ച് മടക്കാനുള്ള സ്പേസ് നമ്മളൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് സ്പേസ് വേണേ ഗൈസ്. കട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സിസേഴ്സ് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്യാം. ഗൈസ്, ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിത് മാറ്റി വെക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഒരു സൈഡ് നേരത്തെ മടക്കി വെച്ചായിരുന്നു. ഇനി ഇപ്പോഴത്തെ സൈഡും കൂടെ മടക്കാം. മടക്കുമ്പോൾ ഇത് കറക്റ്റ് മിഡിലായിരിക്കണം ബുക്ക് ഗൈസ്. ഇനി ഞാൻ കുറച്ച് സെലോ ടേപ്പ് എടുത്തിട്ട് ഒട്ടിക്കാം. ഞാൻ ആദ്യം സെലോ ടേപ്പ് കട്ട് ചെയ്ത് വെക്കാം. ഒരു ബുക്കിന് 10 സെലോ ടേപ്പ് മതിയാവേ ഗൈസ്. ഗൈസ്, 10 പീസ് സെലോ ടേപ്പ് ആണ് ഗൈസ് നമുക്ക് ഒരു ബുക്കിന് വേണ്ടത്. ഗൈസ്, എനിക്ക് മാറിപ്പോയതാണ്, അല്ലാതെ നമ്മൾ 10 സെലോ ടേപ്പ് ഒന്നും നിങ്ങൾ വാങ്ങിച്ച് വെക്കരുത് ഗൈസ് ഒരു ബുക്കിന്. ഇത് കുറച്ച് സമയം എടുക്കും. വെയിറ്റ്. ഗൈസ്, ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എല്ലാം സെറ്റാണ്. നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ ടേപ്പ് ചെയ്യാം ഗൈസ്. ഒരെണ്ണം മിഡിൽ നിന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അപ്പുറത്തെ സൈഡ് കൂടെ അതേപോലെ ചെയ്യാം. ഒരെണ്ണം മിഡിൽ ഞാൻ ടേപ്പ് ചെയ്യാം. ഇനി ഗൈസ്, നമുക്കിതൊന്ന് അടച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ സൈഡിൽ ഒരു ഇത്തിരി കൂടുതൽ വന്നു. അത് ഞാനൊന്ന് എക്സ്ട്രാ ആയതുകൊണ്ട് കട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് എക്സ്ട്രാ ആയില്ലെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഒരിത്തിരി, ഇത്രയൊന്നും നിങ്ങളെടുത്ത് കട്ട് ചെയ്യരുത്. ഒരിത്തിരി ഇത്രയും മതി ഗൈസ്. ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ ബുക്കിൻ്റെ ഇതില്ലേ അതുവരെ ഒന്ന് കൊണ്ടുവന്നാൽ മതി. കൂടെ ഒന്ന് ശരിയാക്കി കട്ട് ചെയ്തോട്ടെ ഗൈസ്.
ഗൈസ്, നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കൈ മുറിക്കാതെ സൂക്ഷിക്കണേ. ഓക്കെ, ഇനി ഗൈസ് ഈ സൈഡ് കുറച്ചായിട്ട് കട്ട് ചെയ്താൽ മതിയേ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഓക്കെ, ഇനി ഇവിടെയും കൂടെ കട്ട് ചെയ്യണം ഗൈസ്. ഗൈസ്, ഞാനിത് ഇത്തിരി പെട്ടെന്നാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് കറക്റ്റായിട്ട് ചെയ്യാം ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ പോലെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പഠിക്കുന്നല്ലേ ഉള്ളൂ, അപ്പം കുഴപ്പമില്ല ഗൈസ്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ഓപ്പണിംഗ് പീസ് വന്നിട്ടുണ്ട്, അത് അകത്തേക്ക് ഇങ്ങനെ വെക്കാം. അതേപോലെ ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് സെലോ ടേപ്പ് എടുത്തിട്ട് ഇവിടെ ഇത് രണ്ടും കൂടെ ആയിട്ട് ഇവിടെ ഒട്ടിക്കാവേ ഗൈസ്. നിങ്ങൾ കണ്ടോ, ഇത് രണ്ടും കൂടെ ആയിട്ട് വേണേ ഒട്ടിക്കാൻ സെലോ ടേപ്പ്. ഓക്കെ ഗൈസ്, അയ്യോ ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഒരു സെലോ ടേപ്പും കൂടെ എടുക്കാം. ഒരു പീസ് സെലോ ടേപ്പ് എന്നിട്ട് ഇവിടെ ഒട്ടിക്കാം. ഞാനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാണ്, അല്ലെങ്കിൽ ദൂരി പോവാതിരിക്കാൻ. ഇനി നമ്മൾ ഇത് ഇവിടെ ചെയ്തതുപോലെ തന്നെ ഇപ്പത്തും കൂടെ ചെയ്യാവേ ഗൈസ്. നമ്മളിത് രണ്ടും കറക്റ്റ് മിഡിലായിട്ട്, നിങ്ങളിതൊന്ന് നോക്കണേ, തെറ്റിയാൽ ഈ പാകം ഒന്ന് പൊങ്ങി നിൽക്കും, അതിനാണ്. നമുക്ക് ഒരെണ്ണം കൂടെ എടുത്തിട്ട് ഇവിടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ സൈഡ് കഴിഞ്ഞു. ഇനി ഇവിടെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം, പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അപ്പുറത്തെ സ്ഥലത്ത് തുറന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെയിം ഒന്നും കൂടെ ചെയ്യാം. ഇതാദ്യത്തേക്ക് പുഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതങ്ങനെ അടിച്ചിട്ട് ഒരു ടേപ്പ് ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ. എൻ്റെ സെല്ലോ ടേപ്പ് താഴെ വീണു. അപ്പോൾ ഇനി അപ്പുറത്തെ സൈഡും കൂടെ ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെതുപോലെ തന്നെ കിട്ടണമെന്നില്ല ഗൈസ്, കാരണം ഞാനിത് നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് തെറ്റായിട്ട് കിട്ടിയാലും കുഴപ്പമില്ല, നിങ്ങൾ പഠിക്കുന്നല്ലേ ഉള്ളൂ. കുറച്ച് ടൈം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് അത് ലാസ്റ്റ് കിട്ടും ഗൈസ്. ഓക്കെ, ലാസ്റ്റ് പീസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കവറിങ് കഴിഞ്ഞു. ഗൈസ് ഒന്ന് ചെക്ക് ചെയ്തോ കേട്ടോ. ഓക്കെ ഗൈസ്, ഇപ്പം ഞാൻ ടെക്സ്റ്റ് ബുക്ക് ചെയ്തു. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇത്രയും വലിയ സൈസിലായിരിക്കും ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുക, അപ്പം നോട്ട് ബുക്ക് കവർ ചെയ്യാൻ എങ്ങനെയായിരിക്കും? അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നോട്ട് ബുക്കും കൂടെ ചെയ്യാണേ ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇതേപോലെ സെയിം ആയിട്ട് തന്നെ എൻ്റെ നോട്ട്ബുക്കും കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഇടയിൽ ഞാൻ ഓൾറെഡി ഇത് കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക്
നമുക്ക് ചെയ്യാൻ തുടങ്ങാം ഗൈസ്. അപ്പൊ ഗായ്സ്, ഞാൻ എൻ്റെ ടെക്സ്റ്റ് നോട്ട് ഇവിടെ. അപ്പൊ ടെക്സ്റ്റ് നോട്ട് ഞാൻ പൊതിഞ്ഞു കഴിഞ്ഞു. ഇനി ഗായ്സ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇതിനൊക്കെ നെയിം സ്ലിപ്പായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ്. ഞാനിത് പുറത്തുനിന്നൊന്നും ചെയ്യിപ്പിച്ചതല്ല ഗായ്സ്. ഇത് ഞാൻ ഇപ്പോൾ ഫ്ലാറ്റിലായതുകൊണ്ട് എൻ്റെ ഒരു അങ്കിളുണ്ട്, ഇവിടുത്തെ അങ്കിള്. ആ അങ്കിളുടെ പേര് സൂരജ് അങ്കിൾ എന്നാണ്. അപ്പം സൂരജ് അങ്കിൾ ഇത് ഉണ്ടാക്കി തന്നതാണ്. ഇത് കണ്ട, ഇതിൽ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. നെയിമെന്നല്ല, പേര് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് 3 എണ്ണം ഇങ്ങനെ പേപ്പറിൽ കിട്ടും. 1, 2, 3 3 കിട്ടും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കുറച്ച് ഫോട്ടോസ് അയച്ചു തരണേ ഗൈസ്. എന്നാലേ ഇതിലിങ്ങനെ പ്രിന്റ് ചെയ്തിട്ട് ഇട്ടാൻ പറ്റും. ഇതിലിപ്പോൾ 5 ഫോട്ടോസാണ് ഞാൻ കൊടുത്തത്. അപ്പം 5 സ്റ്റിക്കേഴ്സ് കിട്ടി. നിങ്ങളും 5 ഫോട്ടോസ് തന്നാൽ 5 സ്റ്റിക്കേഴ്സ് തരാവേ ഗൈസ്. അപ്പം ഗൈസ്, ഇതാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയാണ് ഗൈസ് ഹെൽപ്പ് ചെയ്തത് എന്നെ ഇത് പഠിക്കാനൊക്കെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ ടിക്ക്. ബൈ ബൈ.